മതത്തിന്റെ പേരിൽ വോട്ട് അഭ്യർത്ഥിച്ചതിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും BSP നേതാവ് മായാവതിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്ക്. യോഗി ആദിത്യനാഥിനെ 3 ദിവസത്തേക്കും മായാവതിയെ 2 ദിവസത്തേക്കുമാണ് പൊതുപരിപാടികളിൽ നിന്ന് വിലക്കിയിട്ടുള്ളത്. മതവികാരം ഇളക്കിവിടുന്ന പരാമർശങ്ങൾ നടത്തുന്ന നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചതിന് തൊട്ടുപിന്നാലെയാണ് കമ്മീഷന്റെ ഈ നടപടി. ഇന്ന് രാവിലെയാണ് യോഗി ആദിത്യനാഥും മായാവതിയും ഉൾപ്പെടെ മതവികാരമുയർത്തി വോട്ട് പിടിക്കുന്ന നേതാക്കൾക്കെതിരെ കർശന നടപടിയെടുക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സുപ്രീം കോടതി വിമർശിച്ചത്. ചട്ടലംഘനങ്ങൾ തുടർക്കഥയാകുമ്പോൾ കമ്മീഷൻ ഉറങ്ങുകയാണോ എന്നും നടപടി സ്വീകരിക്കാത്തതിന്റെ കാരണം വിശദീകരിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞിരുന്നു. വിശദീകരണം നൽകുന്നതിനായി കമ്മീഷൻ പ്രതിനിധിയോട് നാളെ നേരിട്ട് ഹാജരാകാനും കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് യോഗി ആദിത്യനാഥിനും മായാവതിക്കുമെതിരെ കർശന നടപടി പ്രഖ്യാപിച്ചത്. ഒരിക്കൽ താക്കീത് നൽകിയിട്ടും വീണ്ടും ചട്ടം ലംഘിച്ചത് കണക്കിലെടുത്താണ് യോഗി ആദിത്യനാഥിന് 3 ദിവസത്തെ വിലക്ക്. ഇന്ത്യൻ സൈന്യത്തെ മോദി സേന എന്ന് വിളിച്ചതിന് ആദിത്യനാഥിനെ കമ്മീഷൻ താക്കീത് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അലിയും ബജ്റംഗ് ബലിയും തമ്മിലാണ് മത്സരമെന്നും മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി വൈറസാണെന്നുമുള്ള വർഗീയ പരാമർശങ്ങളുമായി രംഗത്ത് വന്നത്. മുസ്ലിങ്ങൾ വിശാല സഖ്യത്തിന് വോട്ട് ചെയ്യണമെന്ന് നടത്തിയ അഭ്യർത്ഥനയാണ് മായാവതിക്ക് തിരിച്ചടിയായത്. ഈ പരാമർശത്തിൽ കഴിഞ്ഞ 12-നകം വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. ഇതിന് തയ്യാറാകാത്തതിനെ തുടർന്നാണ് 2 ദിവസത്തേക്ക് പ്രചാരണം വിലക്കിയത്. വിലക്ക് നാളെ രാവിലെ 6 മണി മുതൽ ആരംഭിക്കും. വിലക്ക് അവസാനിക്കുന്നതുവരെ പൊതുറാലികൾ, റോഡ് ഷോകൾ, മാധ്യമപ്രതികരണങ്ങൾ ഒന്നും പാടില്ല. അതേസമയം പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന നേതാക്കൾക്കെതിരെ ഏതൊക്കെ നടപടികൾ സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ട് എന്ന കാര്യം സുപ്രീം കോടതി നാളെ പരിശോധിക്കും. 24 ഡൽഹി. കൺമുന്നിൽ ചട്ടലംഘനം നടക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപകടകരമായ മൗനം പാലിക്കുന്നു എന്ന് സംശയിക്കുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതി ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത്. എൻകൗണ്ടർ പരിശോധിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ണു തുറപ്പിച്ചോ സുപ്രീം കോടതി? എൻകൗണ്ടറിൽ പങ്കെടുക്കാൻ എൻ്റെ അതിഥികൾ ഇന്ന് കോൺഗ്രസ് നേതാവ് ശ്രീ അജയ് തറയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. CPIM നേതാവ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ കോഴിക്കോട്ട് നിന്ന് ഈ ചർച്ചയിൽ ഭാഗമാകും. BJP നേതാവ് ശ്രീ സന്ദീപ് വാര്യർ ചേരും അല്പസമയത്തിനകം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, താങ്കളിൽ നിന്ന് തുടങ്ങാം ഈ ചർച്ച. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭ ഘട്ടം മുതൽ 1ാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ് 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ നിമിഷം വരെ മുതിർന്ന നേതാക്കളുടെ, അതായത് ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ കക്ഷികളെ പ്രതിനിധാനം ചെയ്യുന്ന, അതിനെ നയിക്കുന്ന മുതിർന്ന നേതാക്കളുടെ പ്രസംഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള വർഗീയ വിദ്വേഷം, വർഗീയ പരാമർശങ്ങൾ, സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ, ജാതിയും മതവും ഉൾപ്പെടുത്തിക്കൊണ്ട് വോട്ട് ചോദിക്കുന്ന രീതി, ഇതെല്ലാം നമ്മുടെ കൺമുന്നിൽ നടന്നു. അപ്പോഴൊന്നും വേണ്ട രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്ത് ഇടപെട്ടില്ല എന്ന ആക്ഷേപമുണ്ട്. അതിന്ന് കോടതിയിൽ വലിയ ഹർജികളായി, ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താൽപര്യ ഹർജിയായി കോടതിയുടെ മുന്നിൽ വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത് ഇതിലെല്ലാം നടപടി സ്വീകരിക്കാൻ പാകത്തിലുള്ള അധികാരം കമ്മീഷൻ ഇല്ല എന്നാണ്. ന്യായമായ ഒരു വാദമായിരുന്നു അത്, ഒരു നിലപാടായിരുന്നു അത് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതല്ല വിവേചനപരമായ അല്ലെങ്കിൽ അപകടകരമായ ഒരു മൗനം കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന ആക്ഷേപമുണ്ടോ? ഇതുവരെയുള്ള സ്ഥിതിഗതികൾ പരിശോധിക്കുമ്പോൾ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് കാണാൻ കഴിയുക, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം കാര്യങ്ങളിൽ ഒരു കുറ്റകരമായ മൗനം പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. ആ കുറ്റകരമായ മൗനം നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് നേരെ വലിയ വെല്ലുവിളിയാകാവുന്ന ഒന്നാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ചീഫ് ജസ്റ്റിസ് തന്നെ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് അതിശക്തമായ ഇലക്ഷൻ കമ്മീഷൻ്റെ മൗനത്തെ, കുറ്റകരമായ ഈ നിലപാടിനെ അതിശക്തമായി വിമർശിച്ചത്. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ മതവും ജാതിയും ദൈവവും ഒക്കെ പറയാൻ അവകാശം വേണമെന്നാണ് മുഖ്യ രാഷ്ട്രീയ കക്ഷികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ചർച്ച നടന്ന് കേരളത്തിൽ നിന്നാണല്ലോ ഗോപികൃഷ്ണൻ. കേരളത്തിലെ 2 മുഖ്യ രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങൾക്ക് ശബരിമല പറയാൻ അവകാശം വേണമെന്നാണ്. ശബരിമല ദൈവത്തിൻ്റെ പേരുള്ള വോട്ടഭ്യർത്ഥന, അത് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ടിക്കാറാം മീണ കണ്ടെത്തുകയും അത് പാടില്ല എന്ന് അദ്ദേഹം വിലക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിനായിട്ട് വലിയ രീതിയിൽ ചാടി വീഴുകയാണ് ചെയ്തത്.
അദ്ദേഹത്തിനായിട്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ കുറ്റകരമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന വസ്തുത ഇപ്പോൾ സുപ്രീം കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് യോഗി ആദിത്യനാഥിനെ പോലുള്ള ഒരാൾ, അദ്ദേഹം തുടർച്ചയായിട്ട് വർഗീയ പരാമർശങ്ങളാണ് നടത്തുന്നത്. അപരമത വിദ്വേഷം ജനിപ്പിക്കുകയും ഭൂരിപക്ഷ മതത്തിൻ്റെ ധ്രുവീകരണം ഉണ്ടാക്കി വോട്ട് ബാങ്കുകൾ രൂപപ്പെടുത്തി എങ്ങനെ ജയിച്ചു കറയാം എന്ന ഒരു ഇലക്ഷൻ തന്ത്രമാണ് യോഗി ആദിത്യനാഥിനെ പോലുള്ള ആളുകൾ അറിയാനുള്ളൊരു കാര്യം, താങ്കൾ പറഞ്ഞു കുറ്റകരമായ ഒരു മൗനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നത് ചൂണ്ടിക്കാണിക്കുകയാണ് സുപ്രീം കോടതി ഇന്ന് ചെയ്തതെന്ന്. കുറ്റകരമായ മൗനം എന്ന് പറയുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില പരിമിതികൾ തങ്ങൾക്കുണ്ട് എന്ന് കോടതിയെ അറിയിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെപ്പറ്റി അറിയാവുന്ന ഒരാൾ നാളെ കോടതിയിൽ വന്ന് വിശദീകരിക്കട്ടെ എന്ന നിലപാട് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ ഉണ്ടാകുമ്പോൾ, ഏതെങ്കിലും തരത്തിലുള്ള മതവികാരമുണർത്തുന്ന പ്രസംഗങ്ങൾ ഉണ്ടാകുമ്പോൾ നോട്ടീസ് അയക്കുക എന്നതിനപ്പുറം കാര്യമായ നടപടി സ്വീകരിക്കാനുള്ള അധികാരം ഈ കമ്മീഷൻ ഇല്ല എന്നാണ്. അത് ഒരു ശരിയായ ന്യായമായി പരിഗണിക്കപ്പെടാവുന്ന ഒന്നാണോ? അല്ല, ഇലക്ഷൻ കമ്മീഷന് ശരിയായ രീതിയിലുള്ള അധികാരങ്ങളുണ്ട്. അതിൻ്റെ പരിമിതികളെ സംബന്ധിച്ച് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ആ ഉള്ള അധികാരം അവർ പ്രയോഗിക്കാൻ തയ്യാറാവുന്നില്ല. മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും ജാതിയുടെയൊക്കെ പേരിൽ ആളുകളെ സ്വാധീനിക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ അപരമത വിദ്വേഷം ജനിപ്പിച്ച്, അപരജാതി വംശവിദ്വേഷം ജനിപ്പിച്ച് വോട്ട് ബാങ്ക് രൂപീകരിക്കാനുള്ള ശ്രമം, അതിനെതിരായിട്ട് നിലനിൽക്കുന്ന ഇലക്ഷൻ നിയമങ്ങളനുസരിച്ച് തന്നെ കേസെടുക്കാവുന്നതാണ്. അത്തരം പരാതികൾ വന്നാൽ അവർക്ക് നോട്ടീസ് അയക്കുകയോ അവർക്കെതിരായിട്ട് ക്രിമിനൽ കേസുകൾ ചാർജ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അത്തരത്തിലുള്ള ഒരു സജീവമായ നീക്കം, ഒരു ജാഗ്രത നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, യോഗി ആദിത്യനാഥ് മാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രി തന്നെ രാജ്യത്താകെ നടത്തുന്ന പ്രസംഗം എന്താണ്? അദ്ദേഹം മംഗലാപുരത്ത് വന്ന് പ്രസംഗിച്ചു പോയത് അയ്യപ്പനാണ്. അയ്യപ്പനെക്കുറിച്ച് ഉച്ചരിക്കാൻ കേരളത്തിൽ അവകാശമില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ ഒരു കേന്ദ്രമന്ത്രി കേരളത്തിലുണ്ട്, ശ്രീമതി സുഷമാ സ്വരാജ്. അവർ പറഞ്ഞു പോയിരിക്കുന്നത് എന്താണ്? കേരളത്തിൽ വന്ന് എനിക്ക് ശബരിമലയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല എന്നാണ്. ശബരിമലയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വിശ്വാസപരമായ പ്രശ്നങ്ങൾ ഉപയോഗിച്ച് വോട്ട് പിടിക്കുന്നത് നമ്മുടെ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. ആ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് തങ്ങൾക്ക് വോട്ട് പിടിക്കാൻ അവകാശമുണ്ട്. BJP പോലുള്ളൊരു പാർട്ടി നമുക്കറിയാം, ഒരു ഭരണഘടനാ സ്ഥാപനത്തോടും ഒരു ബഹുമതിയുമില്ലാത്ത ആളുകളാണ്. നമുക്ക് ഒരു ഇഞ്ച് പോലും ഭരണഘടനാ സ്ഥാപനങ്ങളെ വിലമതിക്കില്ല, വിലവെക്കില്ല എന്ന നിലപാട് ആവർത്തിക്കുന്ന പാർട്ടിയാണ് അവർ. അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥിനെ പോലുള്ള ആളുകൾ എന്തും പറയും, മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ. കോൺഗ്രസിന്റെ പ്രതിനിധിയായി ശ്രീ അജയ് തറയിലുമുണ്ട്. ഞാൻ അവരിലേക്ക് പോയിട്ട് താങ്കളിലേക്ക് വരാം. ശ്രീ അജയ് തറയിൽ, രാജ്യത്ത് നഗ്നമായ പെരുമാറ്റച്ചട്ട ലംഘനം നടക്കുമ്പോഴും നടപടിയെടുക്കാൻ കഴിയാതെ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യം രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സമീപകാലത്തുണ്ടായ, അതായത് 400ഓളം പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ സംബന്ധിച്ച പരാതികൾ ഉണ്ടായിട്ടും കാര്യമായ ഒരു നടപടിയും എടുക്കാതെ വന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ താങ്കളുടെ പാർട്ടിയുടെ നേതാവ്, വയനാട്ടിലെ UDF സ്ഥാനാർത്ഥി, AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം, ഇപ്പോൾ അദ്ദേഹം കോടതി വിധിയെ തെറ്റായി വ്യാഖ്യാനിക്കുകയും കോടതി അലക്ഷ്യ നടപടികളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചുമെന്നുള്ളതാണ്. കോൺഗ്രസിനടക്കം ബാധകമാകുന്ന ഒന്നല്ലേ പെരുമാറ്റച്ചട്ടം എന്നത്? അത് ലംഘിക്കപ്പെടുന്ന എന്ന പഴി കേൾക്കാൻ കോൺഗ്രസ് പാർട്ടിയും ബാധ്യസ്ഥമല്ലേ? തീർച്ചയായിട്ടും ആര് പെരുമാറ്റച്ചട്ടം ലംഘിക്കപ്പെട്ടാലും അത് ലംഘിച്ചു എന്ന് തന്നെ പറയണം. ഇവിടെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നാരും പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതിയുടെ ഒരു പരാമർശത്തിൽ ചൗക്കീദാർ ചോറാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് ചൗക്കീദാർ ചോറാണെന്നല്ലേ പറഞ്ഞുള്ളൂ. അതിനെന്താ തെറ്റ്? ചൗക്കീദാർ ചോറാണ് ഈ കാര്യം സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം വാക്കാൽ പറഞ്ഞിരിക്കുന്നു. സുപ്രീം കോടതി ഓർഡറല്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി അദ്ദേഹം മറുപടി കൊടുക്കും, അതിനെക്കുറിച്ച്. പക്ഷേ അതൊരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമായിട്ട് അതൊരിക്കലും കാണാൻ കഴിയില്ല. ഇവിടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം എന്ന് പറയുന്നത്, ഇവിടെ മായാവതി ആദ്യമായി നടത്തിയ അവിടെ ബഹുജന റാലിയിൽ വെച്ച് മുസ്ലിം സമുദായത്തോട് നിങ്ങൾ കോൺഗ്രസ് വോട്ട് ചെയ്യരുത്, ആ വോട്ട് പാഴാക്കാതെ BJPക്കെതിരെ ഞങ്ങൾക്ക് ചെയ്യണം എന്ന് പറഞ്ഞതും, അതുപോലെ ശ്രീ യോഗി ആദിത്യനാഥ് അവിടെ വളരെ നീചമായ മുസ്ലിം ലീഗ് വൈറസാണ് എന്ന് പറഞ്ഞതും, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ രാജ്യത്തെ ചർച്ച ചെയ്യുന്നത്. അതുപോലെ ഞാൻ പറയാം, ശ്രീ നരേന്ദ്രമോദി തന്നെ ഇവിടെ യുവ വോട്ടർമാരുടെ വോട്ട് പുൽവാമയിലെ രക്തസാക്ഷികൾക്ക് വേണ്ടി സമർപ്പിക്കണം എന്ന് പറഞ്ഞത്
ഏറ്റവും വലിയൊരു തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് നടത്തിയത്. അതുപോലെ രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹം മതന്യൂനപക്ഷങ്ങളുടെ സമുദായത്തിൻ്റെ സ്ഥലം നോക്കി പോകുന്നു എന്ന് അങ്ങനെ പരസ്യമായി ചട്ട ലംഘനം നടത്തുന്ന പ്രധാനമന്ത്രി, പാർട്ടി പ്രസിഡന്റ്, മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ ഈ രാജ്യത്ത് എങ്ങനെയൊക്കെയെങ്കിലും ഇവർക്ക് അറിയാത്തത് കൊണ്ട് പറയുന്നതല്ല, ഇവരെ അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ ജനങ്ങളിലേക്ക് ഇവിടെ മെസ്സേജ് പാസ് ചെയ്യുകയാണ്. ഹൈന്ദവ വികാരം ഉണ്ടാക്കാൻ കഴിയുന്ന, ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന വിഷയങ്ങളെ അവർ ബഹുജന മധ്യത്തിൽ ചട്ടത്തെ ലംഘിച്ചും വിളിച്ചു പറയുകയാണ്. അങ്ങനെ ബഹുജനങ്ങൾ ചർച്ചയുണ്ടാക്കുക. ആ ചട്ടലംഘനത്തിൻ്റെ പേരിൽ എന്താ ചെയ്യുക? ചട്ടലംഘനം ഉണ്ടായാൽ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് വന്ന അന്നും ആ ഗവൺമെൻറ് ഇദ്ദേഹത്തെ വെച്ച അന്ന് മുതൽ പൂർണ്ണമായ എല്ലാവിധ ഇലക്ഷൻ കമ്മീഷൻ്റെതായ ഭരണഘടനാപരമായ എല്ലാ അധികാരികളും ഇന്നും പ്രധാനമന്ത്രിയുടെ കാൽക്കീഴിൽ പടയം വെച്ചിരിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾഡ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് BJP പറഞ്ഞിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഷെഡ്യൂളിലാണ്. നരേന്ദ്രമോദിക്ക് പറയാൻ കഴിയാവുന്നതിൽ 1, 2, 3 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പരിപൂർണമായ ഹൈന്ദവ വർഗീയത മാത്രം പറയുന്ന സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ പറയാമോന്ന് വെക്കാം. കാരണം ആ 3ാമത്തെ ഘട്ടമാകുമ്പോഴേക്കും ഹൈന്ദവ വികാരം മാത്രം പറഞ്ഞ് ഈ രാജ്യത്ത് പറയാൻ പാടില്ലാത്തതായ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞ് ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാനുള്ള ഒരു വിദ്യയുമായി അവർ മുന്നോട്ട് പോകുന്നു. അതുപോലെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ സന്ദീപ് വാര്യർ, രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചട്ടം പരിശോധിച്ചാൽ, തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ, രാഷ്ട്രീയം പരിശോധിച്ചാൽ തന്നെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് നേരെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തിൻ്റെ പേരിൽ നടപടി നേരിടേണ്ടി വരുന്നത് അത്യപൂർവമായ ഒരു സംഭവമാണ്. അത് ഇന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് നേരിടേണ്ടി വന്നു. അദ്ദേഹം മുസ്ലിം ലീഗിനെ കോൺഗ്രസിനെ ബാധിച്ച പച്ച വൈറസ് എന്ന് വിശേഷിപ്പിച്ചതിലൂടെ BSP നേതാവ് മായാവതി നടത്തിയ വർഗീയ സ്വഭാവമുള്ള പരാമർശത്തിന് മറുപടി നൽകിയതിലൂടെ സമാന രീതിയിൽ തന്നെ മായാവതിക്കും ഇന്നത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ യോഗി ആദിത്യനാഥിന് നേരെ ഈ നടപടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന, ഭരണഘടനയുടെ മൂല്യങ്ങളും അന്തസ്സത്തെയും സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ, ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന ഒരാളിൽ നിന്ന് ഈ തരത്തിലുള്ള പരാമർശം ഉണ്ടായത് അപകടകരമാണെന്നതാണ്. അതിൻ്റെ പേരിലാണ് 72 മണിക്കൂർ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയെടുത്തിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം ലജ്ജാകരമായ ഒന്നല്ലേ? അല്ല, ഞാൻ സൂചിപ്പിക്കുന്നത് ആദ്യത്തെ നടപടിയൊന്നുമല്ല. ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാള് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ സെൻഷർ ചെയ്യുന്നത് ഇത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ആദ്യത്തെ നടപടിയൊന്നുമല്ല. 2012 ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കമ്മ്യൂണലായിട്ടുള്ള പരാമർശം നടത്തിയതിന്റെ പേരിൽ അന്നത്തെ കേന്ദ്ര നിയമമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിട്ടുള്ള സൽമാൻ ഖുർഷിദിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ സെൻഷർ ചെയ്യുക മാത്രമല്ല, ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് കത്തയച്ചു. ഇലക്ഷൻ കമ്മീഷൻ ഈ കേന്ദ്ര നിയമമന്ത്രിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കത്തയച്ചു. അതിന്മേൽ എന്ത് നടപടിയാണ് ഉണ്ടായതെന്ന് എനിക്കറിയില്ല. പക്ഷേ കേന്ദ്ര നിയമമന്ത്രിയായിരുന്ന UPAയിലെ ഏറ്റവും പവർഫുൾ മിനിസ്റ്ററായിരുന്ന സൽമാൻ ഖുർഷിദ് തന്നെ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ പരാമർശം നടത്തുകയും ഇലക്ഷൻ കമ്മീഷനെ തൂക്കിക്കൊന്നാൽ പോലും പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പരാമർശം നടത്തിയത്. ഞാൻ ആ പരാമർശം ഇവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള നടപടികളൊക്കെ മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ സർവ്വസാധാരണമായി തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്ന ചില പ്രസംഗങ്ങളുടെ പേരിൽ ഇലക്ഷൻ കമ്മീഷൻ സെൻഷർ ചെയ്യുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. മറ്റൊന്ന് ഉണ്ടായിട്ടുള്ളത് 2017 ഗോവ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ സെൻഷർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ അസം ഖാനെ സെൻഷർ ചെയ്തിട്ടുണ്ട്. നിരവധി നേതാക്കളെ ഇലക്ഷൻ കമ്മീഷൻ സെൻഷർ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അസാധാരണമായിട്ട് നടന്നു. 2014 അതാ ഞാൻ അല്ല, അദ്ദേഹത്തിന് മാത്രമല്ല നിരവധി നേതാക്കൾക്ക് അല്ല, താങ്കൾ പല പേരുകളും വിട്ടുപോയി. അതുകൊണ്ട് ഞാൻ ആ പേരുകൾ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കൾക്കും, സമുന്നതരായ പല രാഷ്ട്രീയ നേതാക്കൾക്കും ഇലക്ഷൻ കമ്മീഷന്റെ സെൻഷർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വിജയശാന്തിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇത് ഒരു സാധാരണ നടപടിക്രമം മാത്രമാണ്. BJPക്ക് നിരവധി സ്റ്റാർ ക്യാമ്പയിനർമാരുണ്ട്. 72 മണിക്കൂർ ഒരു പ്രധാനപ്പെട്ട ക്യാമ്പയിനർക്ക് സെൻഷർ കിട്ടിയത് വലിയൊരു വിഷയമായിട്ട് BJPക്ക് എന്തെങ്കിലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. ശരിയാണ്, നടപടിയെടുത്തു. അതോടുകൂടി ആ വിഷയം അവസാനിച്ചു. അത്രയേ ഉള്ളൂ.
അല്ല, എൻ്റെ ചോദ്യം അതല്ല. അതായത് ഇപ്പോൾ പ്രധാനമന്ത്രി നേരത്തെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണനും അജയ് തറയിലും സൂചിപ്പിച്ച കാര്യം അതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ലാത്തൂരിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് പുൽവാമയിലും ബലാക്കോട്ടിലും ജീവൻ ബലി കഴിപ്പിച്ചവരെ കുറിച്ച് ഓർമ്മിക്കണം കന്നി വോട്ടർമാർ എന്നാണ്. പരസ്യമായ നഗ്നമായ ഒരു ചട്ടലംഘനമാണ് എന്ന് മഹാരാഷ്ട്ര സർക്കാർ ചീഫ് ഇലക്ടറൽ ഓഫീസർ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഈ രാജ്യം ഭരിക്കുന്നവർക്ക് ബാധകമല്ല എന്നുണ്ടോ? അങ്ങനെയല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് നിങ്ങൾക്കറിയാം, അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും തെരഞ്ഞെടുപ്പിന്റെ യുവാക്കളെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരാളാണ്. പുതിയ വോട്ടർമാരെ ധാരാളമായി ഇലക്ഷൻ പ്രക്രിയയിൽ പങ്കെടുക്കാൻ, ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നയാളാണ്. അത് ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നൊന്നും അദ്ദേഹം സൂചിപ്പിക്കാറില്ല. അതുപോലെ തന്നെയാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ, ലാത്തൂരിലെ പ്രസംഗത്തിലും പറഞ്ഞത്, യുവാക്കൾ, ആദ്യ വോട്ടർമാർ ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കണം. ആ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് പുൽവാമയിൽ ബലാക്കോട്ടിൽ ആക്രമണം നടത്തിയിട്ടുള്ള ധീരരായ വ്യോമസൈനികർക്ക് അവർക്കുള്ള സമർപ്പണമായി നിങ്ങൾ ഈ വരുന്ന ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകണം എന്ന ആഹ്വാനമാണ് അദ്ദേഹം നടത്തിയത്. അത് പുതിയ വോട്ടർമാരുള്ള ആഹ്വാനമാണ്. അതൊരു സിംബോളിസമാണ്. അതിൽ കവിഞ്ഞൊരു ഒരു എന്തെങ്കിലും അതിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വിവാദം ഉണ്ടാക്കുന്നവർക്ക് വിവാദം ഉണ്ടാക്കാം. അതിൽ കവിഞ്ഞ് എന്തെങ്കിലും അതിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇതാണ് ബി ജെ പിയുടെ വ്യാഖ്യാനം, അതല്ലെങ്കിൽ അവരുടെ സമീപനം അല്ലെങ്കിൽ നിലപാട് ശ്രീ സന്ദീപ് വാര്യർ വിശദീകരിച്ചതുപോലെ. അതായത് ഈ കാര്യങ്ങളിലൊക്കെ ഒന്നാമത് ഇത്തരം നടപടികൾ നേരിടുന്നത് ആദ്യത്തെ സംഭവമല്ല. ബി ജെ പിക്ക് ഒരുപാട് സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ഉണ്ട്. അതിൽ യോഗി ആദിത്യനാഥിന് 72 മണിക്കൂർ എന്നത് അത്ര വലിയ കാര്യമായി കാണേണ്ടതില്ല. മറിച്ച് ഇതിനെല്ലാം ദുർവ്യാഖ്യാനം ചെയ്ത് പെരുമാറ്റച്ചട്ട ലംഘനമാക്കി മാറ്റി തീർക്കുകയാണ് രാഷ്ട്രീയ വിദ്വേഷത്തോടുകൂടി പ്രതിപക്ഷ കക്ഷികൾ എന്ന ആക്ഷേപമാണ് ബി ജെ പിക്കുള്ളത്. ഇതിനെ സാമാന്യവൽക്കരിച്ച് ഈ കുറ്റത്തെ ലളിതവൽക്കരിക്കാൻ, ലഘൂകരിക്കാൻ കഴിയുമോ? എൻ്റെ സുഹൃത്ത് സന്ദീപ് അങ്ങനെ ഒരു ലഘൂകരണം, അങ്ങനെ ഒരു വിഷയത്തെ റെഡ്യൂസ് ചെയ്യണം അദ്ദേഹം ചെയ്യുന്നത്. ഇത് ഗൗരവമായ ഒരു പ്രശ്നമാണ്. നമ്മുടെ ജനാധിപത്യ ബോധവും നമ്മുടെ ജനാധിപത്യ സംസ്കാരവും വളരുന്നതിനനുസരിച്ച് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടങ്ങൾ പറയുന്ന മതപരമോ അതേപോലെ തന്നെ വിശ്വാസപരവുമായ ചിഹ്നങ്ങൾ, മുദ്രകൾ, മിത്തുകൾ ഇതെല്ലാം ഉപയോഗിക്കുന്നത് തെറ്റാണ്. നമ്മുടെ ജനാധിപത്യ അവബോധം വളരുന്നതനുസരിച്ച് ഈ ഇലക്ഷൻ കമ്മീഷൻ മുമ്പിൽ പരാതി കൂടിക്കൊണ്ടിരിക്കും. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഇലക്ഷൻ കമ്മീഷൻ മുമ്പ് പരാതി വരാത്ത എത്രയോ ഈ മതവും ജാതിയും എല്ലാ വംശീയ ഘടകങ്ങളും ഉപയോഗിച്ച് വോട്ട് പിടിക്കുന്ന ഇന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ തന്നെ എന്താണ്, ഭൂരിപക്ഷ മതത്തിൻ്റെ സവർണജാതി സംഘങ്ങൾ, കാസ്റ്റ് പ്രമുഖന്മാർ അവർ ചേർന്ന് വോട്ട് പിടിക്കുകയാണ്, ജാതി പറഞ്ഞ് തന്നെ വോട്ട് പിടിക്കുകയാണ്. അതൊക്കെ തന്നെ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. പക്ഷേ നമ്മുടെ ജനാധിപത്യ ബോധം ഉയരുകയും ഒരു ജനാധിപത്യ പ്രക്രിയ എന്ന നിലക്ക് തെരഞ്ഞെടുപ്പ് വളരെ ആധുനികവും ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമാകണം എന്ന ഒരു ബോധം ജനങ്ങളിൽ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നത്, രാഷ്ട്രീയ കക്ഷികൾക്ക് മതപരമായ രീതിയിൽ വിശ്വാസപരമായ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്ന് ബോധ്യം വരികയും ഇത്തരം പരാതികൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് മുമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇതൊരു സാധാരണ സംഭവം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത്തിന് നേരെ ഉയരുന്ന വെല്ലുവിളിയാണ് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ വോട്ട് പിടിക്കുന്നത്, അപരമതങ്ങളെ അങ്ങേയറ്റം വിദ്വേഷപരമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത്. സന്ദീപ് ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, പുൽവാമയുടെയും അതേപോലെ തന്നെ ബാലിക്കോട്ടിൻ്റെയും ഒക്കെ ആളുകൾക്ക് സമർപ്പിച്ചുകൊണ്ടായിരിക്കണം ഈ കന്നി വോട്ടർമാർ വോട്ട് ചെയ്യേണ്ടത്. എന്താ അതിൻ്റെ അർത്ഥം? രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ നാട്, അതിൽ കക്ഷിയില്ല, അതിൽ മറ്റ് ഭേദവ്യത്യാസങ്ങളൊന്നുമില്ല. ഈ രാജ്യം ഒറ്റക്കെട്ടായി എതിർക്കുന്ന ഭീകരവാദത്തെ, ആ ഭീകരവാദത്തെ ഒറ്റക്കെട്ടായി എതിർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സൈനികർ നടത്തിയ ധീരോദാത്തമായ നടപടികളെ നമ്മളെല്ലാവരും എന്താണ് അങ്ങേയറ്റം ശ്ലാഘിക്കുകയും അവർക്ക് മുമ്പിൽ ആദരാജ്ഞലി അർപ്പിക്കുകയും ചെയ്യുകയാണ്. അത്തരത്തിലുള്ള വികാരങ്ങളെ വളരെ സംഘീതവാദപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കണമെന്ന് പറയുന്നത് എന്താണ്, തെരഞ്ഞെടുപ്പിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ തന്നെ മൊത്തം താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു നിലപാടാണ്. ഇന്ത്യയിൽ ബി ജെ പിയെ പോലുള്ളൊരു പാർട്ടി, ഇവിടെ അജയ് തറയിൽ സൂചിപ്പിച്ചതുപോലെ ഹൈന്ദവ ധ്രുവീകരണം പരമാവധി ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ആ ഹൈന്ദവ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി അപരമതം, അതുകൊണ്ടാണല്ലോ മറ്റേ ലീഗുകാരായിട്ട് ഇവിടെ എന്ത് പ്രശ്നം, വടകര, ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത് വടകരയിൽ നിന്നാണ്. ഈ വടകരയിൽ ലീഗും ബി ജെ പിയും കോൺഗ്രസും ഒക്കെ ഒന്നിച്ച് നിൽക്കുക. അപ്പം നമുക്കറിയാം ലീഗുകാരുള്ള പ്രശ്നമല്ല, മുസ്ലിം വിരുദ്ധമായ ഒരു വികാരമുണ്ടാക്കാൻ ഈ വടക്കേ ഇന്ത്യയിൽ കഴിയുമോ, വടക്കൻ ഹിന്ദി ബെൽറ്റിൽ കഴിയുമോ? അത്തരത്തിലൊരു പരീക്ഷയാണ് ലീഗിനെതിരായിട്ടുള്ള പരാമർശം. പ്രത്യേകിച്ച് ലീഗ് ഉപയോഗിക്കുന്ന കൊടി അമിത്ഷാ പറയുന്നത് പോലെ പാകിസ്ഥാൻ്റെ നിറമുള്ളതാണ്, പാകിസ്ഥാൻ ചിഹ്നമാണ് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ എന്താണ്, അത് തീർച്ചയായിട്ടും ദേശീയ തലത്തിൽ
പാകിസ്ഥാൻ വിരുദ്ധത, അതുവഴി മുസ്ലിം വിരുദ്ധത, ഇതൊക്കെ രൂപപ്പെടുത്തി വോട്ട് പിടിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള സങ്കുചിതമായ വികാരങ്ങളെ, വിശ്വാസങ്ങളെ ഒരു ആധുനിക സമൂഹം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉപയോഗിക്കാൻ പാടില്ല. അവർ പറയേണ്ട രാഷ്ട്രീയമാണ്, നിലപാടുകളാണ്, വീക്ഷണങ്ങളാണ്. നിലപാടുകളും രാഷ്ട്രീയം എന്ന് പറയുന്ന സമ്പദ്ശാസ്ത്രത്തിന്റെ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പറയേണ്ടത് സ്വാഭാവികമായും ഈ രാജ്യത്ത് 5 വർഷത്തെ ഭരണത്തെക്കുറിച്ചാണ്, രാഷ്ട്രീയമാണ്, നിലപാടുകളാണ്. അല്ലാതെ ജാതിയും മതവുമല്ല, വർഗീയ വിദ്വേഷം ഉണർത്തുന്ന കാര്യങ്ങളല്ല, ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങളല്ല, സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളല്ല. ഒരു തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള വിദ്വേഷ സ്വഭാവമുള്ള പ്രസംഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതിനെ സാമാന്യവൽക്കരിക്കാനോ ലഘൂകരിക്കാനോ നമുക്ക് കഴിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ കാര്യത്തിൽ ഒരു നിഷ്പക്ഷമായ ഒരു സമീപനം ഈ കാര്യത്തിൽ ഇല്ല എന്നൊരാക്ഷേപം കോൺഗ്രസിനുണ്ടോ? അതായത് ഇന്ന് സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തൊരു നിലപാട്, ഞങ്ങൾ അശക്തരാണ്, ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾ നിസ്സഹായരാണ്, ഞങ്ങളുടെ കയ്യിൽ വേണ്ടത്ര അധികാരമില്ല നടപടിയെടുക്കാൻ, ഒരു നോട്ടീസ് അയക്കാം, വിശദീകരണം തേടാം, അല്ലെങ്കിൽ ശാസിക്കാം എന്നതിനൊക്കെ അപ്പുറത്ത് ശക്തമായ ഒരു നടപടി എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു അധികാരം ഞങ്ങളുടെ കയ്യിലില്ല എന്നത് ഒരു ന്യായമായി നമുക്ക് കണക്കാക്കാൻ കഴിയുമോ? അതല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷന് വിവേചനപരമായ ഒരു ഇടപെടൽ ഇതിൽ നടത്തുന്നുണ്ട് എന്ന ആക്ഷേപം കോൺഗ്രസിനുണ്ടോ? അല്ലെ, ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആ മറുപടി തികച്ചും അവരുടെ ഒരു കഴിവുകേടല്ല, ഒരു ബുദ്ധിപരമായ ഒരു സമീപനമാണ്. കാരണം വിവേചനപരമായി അവർ നിലപാടെടുത്തത് ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമായിട്ടാണ് അവർ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് സമയത്ത് പരമാധികാരി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിത്വം പോലും റദ്ദ് ചെയ്യുവാനും, ഈ തെരഞ്ഞെടുപ്പ് ഓരോ സ്ഥാനാർത്ഥി ഒരാൾ പ്രസംഗിച്ചതിൻ്റെ പേരിൽ ആ പ്രദേശത്തെ ഇലക്ഷൻ റദ്ദ് ചെയ്യാനും ആ സ്ഥാനാർത്ഥിയെ 10 കൊല്ലത്തേക്ക് വിലക്കാനും ഒക്കെ അധികാരമുള്ള ഒരു കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷൻ. അതുകൊണ്ട് അതൊന്നും പറയുന്നതിന് അർത്ഥമില്ല. ഇവിടെ 60 ഇന്ത്യൻ ക്യാബിനറ്റ്, ഇന്ത്യ ഭരിച്ച ഇന്ത്യയുടെ ഭരണ നേതൃത്വത്തിലുണ്ടായിരുന്ന 60ഓളം വരുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർ, ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി, ക്യാബിനറ്റ് സെക്രട്ടറി, അങ്ങനെ 60 ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു കത്തെഴുതി. ആ കത്തിൽ അവർ പറഞ്ഞത് എന്താ? ഇലക്ഷൻ കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറുന്നു, അതുകൊണ്ട് പക്ഷപാതപരമായി പെരുമാറാതെ നിഷ്പക്ഷമായ സമീപനം സ്വീകരിക്കണം. ഈ സുപ്രീം കോടതി പറയുന്നതിന് മുമ്പ് ഇന്ത്യൻ പ്രസിഡന്റിന് ഈ 60 ഉന്നത ഉദ്യോഗസ്ഥന്മാർ കത്ത് കൊടുക്കുകയും ആ കത്ത് കൊടുത്ത ശേഷമാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്യാത്ത PM നരേന്ദ്രമോദി എന്ന സിനിമ പ്രദർശിപ്പിക്കരുത് എന്ന് പറയേണ്ട ഗതികേടിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ വന്നത്. അതുകൊണ്ട് വളരെ കാര്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇലക്ഷൻ കമ്മീഷന് അധികാരങ്ങളുണ്ട്, എല്ലാ അധികാരങ്ങളുമുണ്ട്. ആ അധികാരങ്ങൾ ഉണ്ടാകുന്നതിന് ശേഷം പിന്നെ സുപ്രീം കോടതി അത് ഓവർകം ചെയ്യുമോ, അതൊക്കെ പിന്നത്തെ കാര്യം. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ അധികാരങ്ങളും ഉപയോഗിക്കാനുള്ള പവേഴ്സ് ഉണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അവർ ഈ വണ്ടി തടഞ്ഞ ആളെ പരിശോധിക്കുന്നുണ്ടല്ലോ ഇലക്ഷൻ കമ്മീഷൻ ആളുകൾ എന്ന് പറഞ്ഞിട്ട്, എല്ലാ പരിശോധന നടത്താനുള്ള അധികാരമുണ്ടല്ലോ. എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇന്ത്യയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് താഴെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് BJP എന്ന് പറയുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഈ രാജ്യത്തെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും തങ്ങളുടെ വരുതിക്ക് നിർത്തി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ജയിക്കുക എന്ന് പറയുന്ന വളരെ ഹീനമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ കഴിഞ്ഞ 2014 ഉണ്ടായിരുന്ന ഒരു വർഗീയ ധ്രുവീകരണം എന്ന് പറയുന്നത് പരമാവധി വർഗീയ ധ്രുവീകരണം. കാരണം UP നിങ്ങൾക്കറിയാം, UP ഹിന്ദു അല്ലാത്ത ഒരു MP പോലും ഉണ്ടായില്ല. UP എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള സ്ഥലത്ത് പരമാവധി ഹൈന്ദവ വർഗീയത ഉണ്ടാക്കി കിട്ടാവുന്നതിന് ഏറ്റവും പാരമ്യമായ ഒരു വോട്ട് വാങ്ങിയാണ് ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നത്. അതിനുശേഷം കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് അദ്ദേഹം പറയുന്നു നരേന്ദ്രമോദി തിളങ്ങുന്നു, നരേന്ദ്രമോദി തരംഗമുണ്ടെന്ന്. നരേന്ദ്രമോദിയാണ് പറയുന്നത്. നരേന്ദ്രമോദി തരംഗമുണ്ട്, നരേന്ദ്രമോദി തിളങ്ങുന്നു. ഇതാ നരേന്ദ്രമോദിയെ കണ്ടോ നിങ്ങൾ? ഉത്തർപ്രദേശിലെ രാഷ്ട്രീയം താങ്കൾ പറഞ്ഞത് മനസ്സിലായി. പക്ഷെ അതിനുശേഷം ഇപ്പോൾ മധ്യപ്രദേശിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം ഇപ്പോഴും ഒക്കെ കോൺഗ്രസും അവിടെ ഒരു മൃദു ഹിന്ദുത്വ കാർഡ് ഇറക്കി രാഷ്ട്രീയം കളിക്കുന്നു എന്ന ആക്ഷേപം നേരിടേണ്ടി വന്നിട്ടുണ്ട് കോൺഗ്രസിനും. അല്ല, മൃദു ഹിന്ദുത്വ കാർഡ് പിന്നെ എന്തിറക്കാനാ പറ്റുന്നേ? ഞങ്ങൾ തീവ്ര ഹിന്ദുത്വ കാർഡ് ഇറക്കണോ? മൃദു ഹിന്ദുത്വ കാർഡ്, കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വ, കോൺഗ്രസ് ഹിന്ദുവിനെ കരടുകുറ്റി അടിക്കണമെന്നാണ് പറയുന്നത്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വരുന്നതും ഈ രാജ്യത്ത് മത ന്യൂനപക്ഷങ്ങൾ എന്നെ ജയിപ്പിക്കുമെന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് എന്ന തീരുമാനത്തിൽ അദ്ദേഹം വന്നു എന്ന് പറയുന്നത് അത്ര കണ്ട് തീവ്രമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഈ പ്രിയങ്ക ഗാന്ധി എന്താ പറഞ്ഞത്? എൻ്റെ മതം ഏതാണെന്ന് ചോദിക്കാത്ത ഇന്ത്യയാണ് എൻ്റെ സ്വപ്നം. അങ്ങനെയൊക്കെ പറയാൻ കഴിയുന്ന അത്രക്ക് ആർജവമുള്ള അത്രക്ക് മതേതരത്വ സ്വഭാവമുള്ള ഒരു നേതാക്കന്മാർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കന്മാർ. മൃദു ഹിന്ദുത്വം എന്ന വാക്ക് മാധ്യമങ്ങൾ ചില ആൾ ഉപയോഗിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. തീവ്ര ഹിന്ദുത്വമല്ല കോൺഗ്രസ് ഉപയോഗിക്കുന്നത്. താങ്കളിലേക്ക് വരാം. സന്ദീപ് വാര്യർ, താങ്കൾ നേരത്തെ പറഞ്ഞു BJPക്ക് ഒരുപാട് സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥിനുള്ള 72 മണിക്കൂർ വിലക്ക് ഒരു വലിയ കാര്യമായി കാണേണ്ടതില്ല എന്ന്. യോഗി ആദിത്യനാഥിൻ്റെ വിലക്ക് BJPയുടെ പ്രചാരണത്തെ ബാധിക്കുമോ ഇല്ലയോ എന്നതല്ലല്ലോ വിഷയം. അദ്ദേഹം എന്ത് തരം പരാമർശങ്ങൾ നടത്തിയതിനാണ് അദ്ദേഹം വിലക്ക് നേരിടുന്നത് എന്നതല്ലേ. ഇനി ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം തുടങ്ങിയ ശേഷം ഉണ്ടായിട്ടുള്ള ഓരോ സംഭവങ്ങൾ എടുക്കാം. നരേന്ദ്രമോദി തന്നെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളിലെ പ്രശ്നങ്ങൾ, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ചാനൽ നേരിട്ട വിലക്ക്, അദ്ദേഹത്തിൻ്റെ പേരിൽ ഇറങ്ങുന്ന സിനിമ നേരിടുന്ന വിലക്ക്, അതിന് പുറമെ BJPയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നടത്തിയിട്ടുള്ള പാകിസ്ഥാൻ പരാമർശം, പച്ചക്കൊടിയെ പാകിസ്ഥാൻ കൊടിയോട് ഉപമിച്ച രീതി, മോദി സൈന്യം എന്ന് യോഗി ആദിത്യനാഥ് വിശേഷിപ്പിച്ച സംഭവം, ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലുടനീളം, അതിൻ്റെ പ്രചാരണ ഘട്ടത്തിലുടനീളം തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട ലംഘനങ്ങളുടെ ഒരു വലിയ പരമ്പര അവകാശപ്പെടാവുന്ന ഒരു പാർട്ടിയായി ഭരണകക്ഷിയായ BJP മാറുന്നുണ്ട്. ആ ഒരു കളങ്കം നിങ്ങൾക്ക് മേലുണ്ട്. അതിനെ ഈ തൊടുന്യായങ്ങൾ പറഞ്ഞ് ഗ്ലോറിഫൈ ചെയ്യാൻ കഴിയുമോ? അതിലേക്ക് വരുന്നതിന് മുമ്പ് ബഹുമാനായ ശ്രീ KT കുഞ്ഞിക്കണ്ണം, എന്റെ പ്രിയ സുഹൃത്ത് അജയ് തറയിലും പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ബഹുമാനായ കുഞ്ഞിക്കണ്ണൻ അദ്ദേഹം പറഞ്ഞത് BJP വർഗീയപരമായിട്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പ്രചരണം നടത്തുന്നു, ശബരിമലയെ ഉപയോഗിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ശ്രീ കുഞ്ഞിക്കണ്ണൻ, എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒട്ടുമിക്കവാറും എല്ലാ LDF സ്ഥാനാർത്ഥികളുടെയും അഭ്യർത്ഥനയിൽ ബാബറി മസ്ജിദ് എന്നൊരു വാക്കുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു ആരാധനാലയത്തിന്റെ പേര് ഉപയോഗിക്കുന്നത്? അപ്പൊ അതിൽ നിങ്ങൾക്ക് യാതൊരു അപകടവും തോന്നുന്നില്ലേ? അപ്പൊ നിങ്ങൾ 90 മുതൽ പഴയ ചരിത്രം ഒന്ന് പരിശോധിക്കുക. ഇവിടെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് മുതൽ ചില മതവിഭാഗങ്ങളെ, ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ അവരുടെ മതവികാരം അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ഉത്തേജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പിന് നേരിട്ട ചരിത്രം ഇവിടെ ഉണ്ടല്ലോ. ഗൾഫ് യുദ്ധം പോലും മറയാക്കിക്കൊണ്ട് ഇവിടെ മുസ്ലിം മതവിഭാഗത്തിനെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അവരുടെ വികാരങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പിന് നേരിട്ടൊരു പാരമ്പര്യം നിങ്ങൾക്കുണ്ട്. 92 ശേഷം നടന്നിട്ടുള്ള ഏത് തെരഞ്ഞെടുപ്പിലാണ് നിങ്ങൾ ബാബറി മസ്ജിദ് പറഞ്ഞ് വോട്ട് പിടിക്കാത്തത്? ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിലും നിങ്ങളുടെ നിരവധി സ്ഥാനാർത്ഥികളുടെ അഭ്യർത്ഥനയിൽ ബാബറി മസ്ജിദ് കടന്നുകൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫ് വിവാദം കടന്നുകൂടിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ഒരു മലയാളിയും വിശ്വസിക്കില്ല. അപ്പൊ നിങ്ങൾ അത്ര വലിയ നല്ല പിള്ളയൊന്നും ചമയേണ്ട. നിങ്ങളാണ് വാസ്തവത്തിൽ വലിയ അപകടം വരുന്നേ, മുസ്ലിങ്ങൾക്കൊക്കെ വലിയ അപകടം വരുന്നേ എന്ന വ്യാജ പ്രതീതി ഉണ്ടാക്കി അവരെ മുഴുവൻ ഒരു ഭീതിയിലാഴ്ത്തിക്കൊണ്ട് പ്രചരണം നടത്തിക്കൊണ്ട് ഇവിടെ ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കി ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തട്ടാൻ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത് CPM ആണ്. ഇനി ശ്രീ അജയ് തറയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ, അദ്ദേഹവും BJPയുടെ മേലാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ശ്രീ അജയ് തറയിൽ പഴയ ചരിത്രം ഒന്ന് പരിശോധിക്കണം. 91 രാജീവ് ഗാന്ധി എവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിക്കുന്നത്? അതിന്റെ ഉദ്ഘാടനം എവിടെ നിന്നായിരുന്നു? അത് അയോധ്യയിൽ നിന്നായിരുന്നു. എന്തായിരുന്നു രാജീവ് ഗാന്ധിയുടെ വാഗ്ദാനം? രാമരാജ്യമായിരുന്നു വാഗ്ദാനം. അപ്പൊ രാമരാജ്യം വാഗ്ദാനം ചെയ്തുകൊണ്ട് അയോധ്യയിൽ നിന്നാണ് 91 കോൺഗ്രസിന്റെ ലോക്സഭാ ഇലക്ഷൻ പര്യടനം തന്നെ ആരംഭിക്കുന്നത്. ഇപ്പൊ കോൺഗ്രസ് ഇപ്പൊ പറയുന്നത് ഇപ്പൊ മൃദുഹിന്ദുത്വം വലിയ തരക്കേടില്ലാത്ത കാര്യമെന്ന് അജയ് തറയിൽ തന്നെ പറയുന്നത്. അദ്ദേഹം പറയുന്നു ന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിലുള്ളത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതെന്ന്. അപ്പൊ ഞങ്ങളുടെ ആരോപണം മുഴുവൻ അദ്ദേഹം ശരിവെക്കുകയാണ്. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇവിടെ അമിത്ഷാ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, നരേന്ദ്രമോദി പറഞ്ഞതിലും ഒരു തെറ്റുമില്ല. ഞാൻ അങ്ങ് പറഞ്ഞ ഗോപി ചോദിച്ച ചില ചോദ്യങ്ങളിലേക്ക് തിരിച്ചു വരാം. യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവന അദ്ദേഹം സൂചിപ്പിച്ച എന്തായിരുന്നു? ലീഗ് ഒരു വൈറസ് ആണെന്നുള്ള രീതിയിൽ പരാമർശം നടത്തി. അതിനേക്കാൾ എത്രയോ വലിയ പരാമർശങ്ങൾ ലീഗിനെതിരായി ഇവിടെ ജവഹർലാൽ നെഹ്റു ചെയ്തിട്ടില്ലേ? ചത്ത കുതിര എന്ന് ലീഗിനെ വിളിച്ചിട്ടില്ലേ? അപ്പൊ ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഊതിപ്പെരുപ്പിച്ച് ചില ആളുകൾ പരാതി കൊടുക്കുന്നു. അതിന്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷന്റെ മേൽ വലിയ സമ്മർദ്ദം വരുന്ന സമയത്ത് അവർ ചില നടപടികൾ എടുക്കുന്നു, ചില സെൻഷർ ചെയ്യുന്നു. ഇതൊന്നും വലിയ കാര്യമില്ല. അതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ കാലമായിട്ട് എല്ലാ കാലത്തും ഇന്ത്യയിൽ നടന്നു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും വലിയ കാര്യമില്ല, അത്ര പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട ലംഘനങ്ങൾ നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് 66 മുൻ സർക്കാർ ഉദ്യോഗസ്ഥർ രാഷ്ട്രപതിക്ക് ഒരു കത്തയച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളിൽ അല്ലെങ്കിൽ അതിലെ വിശ്വാസ്യതയിൽ സംശയം രേഖപ്പെടുത്തിക്കൊണ്ട്
ഇവിടെ ശ്രീ സന്ദീപ് വാര്യർ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചത് താങ്കൾ കണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ ശേഷം അക്കങ്ങളിട്ട് നിരത്തിയാൽ ഒട്ടനവധിയുണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ. അതായത് പ്രധാനമന്ത്രി മുതൽ അമിത്ഷായും യോഗി ആദിത്യനാഥും ഒക്കെ നടത്തിയിട്ടുള്ള, മായാവതിയും ഒക്കെ നടത്തിയിട്ടുള്ള, ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ ഒന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. നടപടി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് കോടതിയിലെത്തി കോടതിയുടെ വിമർശനം ഉണ്ടാകുന്ന ഘട്ടത്തിൽ മാത്രം യോഗി ആദിത്യനാഥിനെ 72 മണിക്കൂറും മായാവതിയെ 48 മണിക്കൂറും വിലക്കിയിരിക്കുന്നു എന്നതാണ്. അതായത് ഭരണകക്ഷിയായ BJPയുടെ നേതാക്കൾ നടത്തുന്ന പെരുമാറ്റച്ചട്ട ലംഘനത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ആനുകൂല്യം കിട്ടുന്നുണ്ട് എന്ന ആക്ഷേപം ശരിവെക്കുന്നതാണോ ഇതൊക്കെ? പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻ സർക്കാർ ഉദ്യോഗസ്ഥർ രാഷ്ട്രപതിക്ക് അയച്ച കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസ്യതയെ സംശയം രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ. അതിലേക്ക് ഞാൻ വരാം, പെട്ടെന്ന് വരാം. ഒറ്റ കാര്യം, ശ്രീമാൻ സന്ദീപ് ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ മറുപടി പറയാതെ പോകുന്നത് ശരിയാവില്ല. ഒന്നാമത്തെ പ്രശ്നം, ഈ ഗൾഫ് യുദ്ധം, ഒന്നാം ഗൾഫ് യുദ്ധം എന്ന് പറയുന്നത് CPM-നെയും ലോകമെമ്പാടുമുള്ള ജനാധിപത്യവാദികളെയും സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രങ്ങളുടെ സ്വതന്ത്ര പരമാധികാരത്തെ അംഗീകരിക്കുന്ന പാർട്ടികളെയും വ്യക്തികളെയും സംബന്ധിച്ചിടത്തോളം ഗൾഫ് യുദ്ധം സാമ്രാജ്യത്വ അധിനിവേശത്തിനെതിരായിട്ടുള്ള പ്രതിഷേധമുയർത്തുന്ന ഒന്നായിട്ടാണ് കണ്ടത്. സഖാവ് EMS കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ന്യൂനപക്ഷങ്ങളെ നിങ്ങൾ ഗൾഫ് യുദ്ധത്തിൻ്റെ പേരിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്നല്ല പറഞ്ഞത്. മറിച്ചെന്താണ്, സദ്ദാം ഹുസൈനെതിരായിട്ട് അമേരിക്ക നടത്തിയ ഏകപക്ഷീയമായ കടന്നാക്രമണം ഗൾഫ് മേഖലയിലെ സാമ്രാജ്യത്വ അധിനിവേശമാണ്. ആ അധിനിവേശത്തിൻ്റെ മറ്റ് പ്രശ്നങ്ങളാണ് ഇന്ത്യ പോലുള്ള സമൂഹങ്ങൾ നേരിടുന്നത്. അതിനെതിരായിട്ട് എല്ലാ സാമ്രാജ്യത്വ വിരുദ്ധ ശക്തികളും ഒന്നിക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു മതത്തോടല്ല, സാമ്രാജ്യത്വ വിരുദ്ധമായ അതിൻ്റെ അധിനിവേശത്തിൻ്റെ ആഘാതങ്ങൾ പലതരങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ജനസമൂഹങ്ങളും ആ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്തു എന്നൊരു വസ്തുതയാണ്. ബാബറി മസ്ജിദ് ഇന്ത്യൻ മതനിരപേക്ഷത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും പറയും. ബാബറി മസ്ജിദ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മതസമൂഹത്തിന് അവരുടെ ആരാധനയും വിശ്വാസവും അതിൻ്റെ സാക്ഷാത്കാരമായ ആരാധനാലയങ്ങളും സംരക്ഷിക്കാനുള്ള അവകാശത്തിൻ്റെ പ്രശ്നമാണ്. അത് ഏകപക്ഷീയമായി കർഷകരെ വിട്ട് സംഘടിതമായി തകർക്കുകയാണ്, രാജ്യത്തിൻ്റെ നിയമങ്ങളെ വെല്ലുവിളിച്ച് തകർക്കുകയാണ് നിങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ബാബറി മസ്ജിദ് അതിൻ്റെ 3 തകർന്ന കുംഭഗോപുരങ്ങൾ എന്ന് പറയുന്നത് വെല്ലുവിളിയുടെ പ്രതീകങ്ങളാണ്. അതത് സൂചിപ്പിക്കുക തന്നെ വേണ്ടി വരും. മിസ്റ്റർ സന്ദീപ്, ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇടപെട്ടിട്ടേ ഇല്ല. നിങ്ങൾ സഹിഷ്ണുത പാലിക്കുക. ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ സമയത്ത് നിങ്ങൾ എനിക്ക് മറുപടി പറഞ്ഞു. പക്ഷപാതപരമായി വളരെ താങ്കൾ ഇങ്ങനെ വിരളി കൊള്ളുന്നത് വെപ്രാളപ്പെടുന്നത് എന്തുകൊണ്ടാണ്? താങ്കളെ പോലുള്ളവര് കാര്യങ്ങളെ വളരെ ഉപരിപ്ലവമായി കണ്ട് സമൂഹത്തെയും രാജ്യത്തെയും വർഗീയവൽക്കരിക്കുന്ന ഒരാള് താങ്കൾ ചെയ്തു പഠിക്കുന്നത് എന്താണ്? ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് താങ്കൾ ഉന്നയിച്ച ഒരു പ്രശ്നത്തിലുള്ള മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്. അതിൽ താങ്കൾക്കുള്ള വിശദീകരണത്തിന് ഞാൻ സമയം അനുവദിക്കും. ശ്രീ KT കുഞ്ഞിക്കണ്ണന് പറയാം. ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ സമീപനങ്ങൾ പരിശോധിക്കുമ്പം അത് പക്ഷപാതപരമായി പെരുമാറുന്നു. എന്താ ഈ പക്ഷപാതപരമായ പെരുമാറ്റം എന്ന് പറയുന്നത്? ഇന്ത്യയിൽ ഹൈന്ദവ ബിംബങ്ങൾ ഉപയോഗിക്കുകയാണ് BJP. ഹൈന്ദവ ധ്രുവീകരണത്തിന് ആവശ്യമായിട്ടുള്ള വിദ്വേഷ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഇതിനെ മറികടക്കാൻ നിസ്സഹായമായിട്ട് പ്രിയങ്ക ഗാന്ധി പ്രയാഗിൽ നിന്നെന്താണ് ഗംഗാ തീർത്ഥയാത്രയൊക്കെ നടത്തുകയാണ്. അപ്പോൾ എന്താണ്, രണ്ടു കൂട്ടരും എന്താണ് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് പെറുകയാണ്. മതത്തെ, വിശ്വാസത്തെ, വിശ്വാസവുമായി ബന്ധപ്പെട്ട മിത്തുകളെ എല്ലാം ഉപയോഗിക്കുന്നത് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഈ കാര്യത്തിൽ കുറ്റകരമായ മൗനം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറ്റകരമായ മൗനമാണ് ഇലക്ഷൻ കമ്മീഷൻ. ഞാൻ വരാം. ശ്രീ അജയ് തറയിൽ അതൊരു ആക്ഷേപമാണെങ്കിൽ, അതൊരു കളങ്കമാണെങ്കിൽ ആ കളങ്കം കോൺഗ്രസിന് മുകളിലും ഉണ്ട് എന്നാണ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ സൂചിപ്പിച്ചത്. അതായത് പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയത് മുതലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ പറയുന്ന മതചിഹ്നങ്ങളെ ഉപയോഗപ്പെടുത്തി ജനങ്ങൾ മനസ്സിലേക്ക് കടന്നു കയറാനും അത് വോട്ടാക്കി മാറ്റാനുമുള്ള ഒരു ശ്രമം നടത്തുന്ന കാര്യത്തിൽ കോൺഗ്രസും പിന്നിലല്ല എന്ന ആക്ഷേപമാണ് ഉന്നയിച്ചത് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. അല്ല, ഇവിടെ ഗംഗാ നദി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പോലെ വന്നിട്ടില്ല. അദ്ദേഹം ഗംഗ എന്ന് പറഞ്ഞു ധാരാളം കോടാനുകോടി രൂപയുടെ പദ്ധതി നടപ്പാക്കി. പക്ഷേ ഗംഗാ നദിയിൽ ഒന്നും സംഭവിച്ചില്ല എന്ന് വരുത്താനും
അതിന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും വേണ്ടിയാണ് പ്രിയങ്ക ഗാന്ധി ഗംഗയിലൂടെ യാത്ര ചെയ്തത്. അതൊരു മതചിഹ്നമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കും, ഞങ്ങൾ സദാം ഹുസൈൻ്റെ കൂടെയാണ്, ഞങ്ങൾ സദാമിൻ്റെ ഹുസൈൻ്റെ കൂടെയാണ് എന്ന് ആവർത്തിച്ച് നാട് മുഴുവൻ നടന്ന് പ്രസംഗിച്ചപ്പോൾ ഞങ്ങളൊക്കെ എന്താ ഈ അരിയാഹാരം കഴിക്കാത്ത മണ്ടന്മാരാണോ? വ്യക്തമായി അവിടെ അറിയാം ആളുകൾക്ക്. ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിൽ ബാബറി മസ്ജിദ് പൊളിച്ചത് കല്യാൺ സിംഗ് അവിടെ മുഖ്യമന്ത്രിയാണ്. ഇന്ത്യയിലെ പല ലാത്തൂർ നിന്ന് അതുപോലെ ഗുജറാത്തിൽ നിന്നൊക്കെ തന്ന ആളുകളാണ് അവിടെ കർഷകരാണ് പൊളിച്ചത്. കോടതിയുടെ മുമ്പിൽ കല്യാൺ സിംഗ് അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നു, ഞാൻ അത് സംരക്ഷിച്ചു കൊള്ളാമെന്ന്. അത് കണ്ട് കേന്ദ്രം അവിടെ അപ്പോൾ നരസിംഹറാവുവിൻ്റെ പേരിലാണ് കേരളത്തിലെ CPM കുറ്റം ആരോപിച്ചത്. ഈ രാജ്യത്ത് ബാബറി മസ്ജിദ് പൊളിച്ചത് കോൺഗ്രസ് ആണ് എന്ന് പ്രചരിപ്പിച്ചവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ. ഇവിടെ ഞാൻ പറയട്ടെ, ശബരിമല ഇഷ്യൂവിൽ ഞങ്ങൾ പറയുന്നു, ശബരിമലയിലെ വിശ്വാസികൾക്കെതിരെ കേരള ഗവൺമെൻറ് ചെയ്ത നടപടിയെ ഞങ്ങൾ ഒരിക്കലും ചട്ടലംഘനമായി കാണുന്നില്ല. അത് പറയുകയും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ശബരിമലയിലെ വിശ്വാസികളോട് ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ചെയ്ത ധിക്കാരപരമായ ഒരു നിലപാട്, ആ നിലപാടുകൾ ഒരിക്കലും ശരിയല്ല എന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ. അത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ട്. അത് കേരളത്തിലെ ഇലക്ഷൻ ശ്രീ അജിത് തറയിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറുന്നുണ്ട് എന്ന ആക്ഷേപമുണ്ടോ കോൺഗ്രസിന്? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷങ്ങളെയും ഒരു ഏകോപന സമിതി യോഗം കൂടിയത് നിങ്ങളെല്ലാം പത്രത്തിലും ടിവിയിൽ കണ്ടു കാണുമല്ലോ. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് അത് VVPAT സ്ലിപ്പുകളുടെ കാര്യത്തിൽ VVPAT അടക്കം, അതെല്ലാം VVPAT അടക്കം, അതുപോലെ ഇലക്ഷൻ മെഷീൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒട്ടും വിശ്വാസമില്ല എന്ന് പറയുന്നത് ജനാധിപത്യപരമായി ശരിയല്ലാത്തത് കൊണ്ട് മാത്രം പറയുന്നില്ല. അല്ല, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ അനുസരിച്ച് അങ്ങനെ വിവേചനപരമായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറുന്നുണ്ടെങ്കിൽ അതിന്റെ ആനുകൂല്യം പറ്റുന്നവരിൽ കോൺഗ്രസും ഉണ്ടെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. അദ്ദേഹത്തിൻ്റെ അവരല്ലേ ഏറ്റവും കൂടുതൽ ഈ രാജ്യത്ത് ജാതി ചിന്തയുണ്ടാക്കിക്കൊണ്ട് കേരളത്തിലെ എല്ലാ ജാതിക്കാരെയും പിന്നോക്ക ജാതിക്കാരെ വിളിച്ചുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ രംഗത്ത് കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് ജാതി ചിന്തയുണ്ടാക്കിയ അതുപോലെ ഇപ്പോൾ വർഗീയത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതെല്ലാം ഘടകങ്ങളെ വർഗീയപരമായി ഉപയോഗിക്കാൻ കഴിയുന്നുവോ ആ ഘടകങ്ങളെ മുഴുവൻ വർഗീയപരമായി ഉപയോഗിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യയിലെ മാർക്സിസ്റ്റ് പാർട്ടി, കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി. അതിനെല്ലാം മറുപടി അവർ നൽകും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട ലംഘനം നടക്കുന്നു എന്ന് കോടതി തന്നെ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടുകൾ ഭരണകക്ഷിക്ക് അനുകൂലമായി വിവേചനപരമായി മാറുന്നുണ്ടോ? ശ്രീ സന്ദീപ് വാര്യരുടെ പ്രതികരണത്തോടുകൂടി തുടങ്ങാം. ഈ ഇടവേളയ്ക്ക് ശേഷം എൻകൗണ്ടറിലെ തുടർ ചർച്ച. This is 24. വാരിയർ സിൽക്ക് ഷർട്ട്സ് എൻകൗണ്ടർ സമർപ്പിക്കുന്നത് വാരിയർ ഡെനിം ആൻഡ് കാഷ്വൽസ്, ദ ഗെയിം ചേഞ്ചർ. ഇന്നത്തെ പ്രത്യേക പരിപാടികൾ co-sponsored by Amstrad, The all-new next generation air conditioners. അബീർ മെഡിക്കൽ ഗ്രൂപ്പ്, ഹെൽത്ത് കെയർ യു ക്യാൻ ട്രസ്റ്റ്, സ്വയംവര സിൽക്സ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, KSFE ഗോൾഡ് ലോൺ, ഗ്രാമിന് കൂടുതൽ തുക ഏറ്റവും വേഗത്തിൽ. സ്വർണം ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കുവാനുള്ള അവസരം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, കരിമുകൾ, പ്രഭാത് റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊച്ചി. The all-new next generation air conditioners. Amstrad, inspired by passion. കേരളത്തിന് മുഴുവൻ ഒരുപോലെ ശീലമായ ഒരു രസമുണ്ട്, ഈസ്റ്റേൺ രസം. ഇതാണ് മലയാളത്തിന്റെ രസം. ഈസ്റ്റേൺ, നല്ലതിനായി വിശക്കൂ. The all-new next generation air conditioners. Amstrad, inspired by passion. ശരി മോനെ, അവന് പ്രൊമോഷനായെന്ന്. അപ്പാർട്ട്മെന്റ് വാങ്ങുന്ന കാര്യം നീ ഒന്നുകൂടെ പറ. നേരിട്ട് കാണാതെ ബുക്ക് ചെയ്യണ്ടെന്ന് അവൻ പറയുന്നേ. അവനോട് വീഗാലാൻഡ് ഡെവലപ്പേഴ്സിന്റെ വൈറ്റിലേക്ക് അടുത്തുള്ള കിങ്സ് ഫോർട്ട് നോക്കാമെന്ന് പറ. ഫുള്ളി ഫർണിഷ്ഡ് ഷോ ഫ്ലാറ്റ് കണ്ട് ക്വാളിറ്റിയൊക്കെ ബോധ്യപ്പെട്ട് ബുക്ക് ചെയ്യാം. കേരളത്തിലെ ഏറ്റവും വിശ്വസ്തരായ ബിൽഡറിൽ നിന്നല്ലേ, അപ്പം മൂല്യവും ഉറപ്പ്. വീഗാലാൻഡ് ഡെവലപ്പേഴ്സ്. The all-new next generation air conditioners. Amstrad, inspired by passion. ഇപ്പോഴേ ലേറ്റ് ആയി. വരണ്ട, എന്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കും. എന്റെ ഹെയർ കളർ യൂസ് ചെയ്യുന്നു. വെറും 1 മിനിറ്റിൽ മുടി കറുപ്പിക്കാം. 1 മിനിറ്റ് ഉണ്ടോ? ട്രൈ ഇറ്റ്. സിസോ 1 മിനിറ്റ് മാജിക് ഹെയർ കളർ. The all-new next generation air conditioners. Amstrad, inspired by passion. The all-new next generation air conditioners. Amstrad, inspired by passion. നല്ല സാമ്പാർ കൂട്ടി സദ്യ ഉണ്ണുന്നതാണ് മലയാളിക്ക് രസം.
ഈസ്റ്റേൺ സാമ്പാർ പൗഡർ, മലയാളിയെ രസിപ്പിക്കുന്ന അസൽ രുചി. The all-new next generation air conditioners. Amstrad, inspired by passion. മൂന്ന് മണിക്കാണ് മീറ്റിംഗ്. അതിനുമുമ്പ് വരാൻ പറ്റുമോ? ആ ഷുവർ സർ. ശരി. രേഷ്മ പോയില്ലേ? എപ്പോഴും പോയി വന്നു. ഓക്കെ. ഹലോ. കാശ് കിട്ടി, ബില്ലൊക്കെ അടച്ചു. താങ്ക്സ് ചേച്ചി. KSFE ഗോൾഡ് ലോൺ, മനുഷ്യപ്പറ്റുള്ള ഒരു ഗോൾഡ് ലോൺ. The all-new next generation air conditioners. Amstrad, inspired by passion. നന്ദലറ്റ് ജിമാർട്ട് ദിൽ ചിൽ ഓഫർ. ഈ പൊള്ളുന്ന വേനലിൽ ബ്രാൻഡഡ് 1 ടൺ AC-ക്ക് നന്ദലറ്റ് ജിമാർട്ടിൽ അവിശ്വസനീയമായ വിലക്കുറവ്. ഇനി ഈ വേനലിൽ ചില്ലാകട്ടെ മനസ്സും ശരീരവും. ആസ്വദിക്കൂ വിലക്കുറവിന്റെ കുളിര് ഹൃദയത്തിലും ഭവനത്തിലും. നന്ദലറ്റ് ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. Establishing a company in the UAE has never been so easy. www.uaqftz.com, the Al Quwain Free Trade Zone. വാരിയർ സിൽക്ക് ഷർട്ട്സ് എൻകൗണ്ടർ സമർപ്പിക്കുന്നത് വാരിയർ ഡെനിം ആൻഡ് കാഷ്വൽസ്, ദ ഗെയിം ചേഞ്ചർ. ഇന്നത്തെ പ്രത്യേക പരിപാടികൾ co-sponsored by Amstrad. The all-new next generation air conditioners. അബീർ മെഡിക്കൽ ഗ്രൂപ്പ്, ഹെൽത്ത് കെയർ യു ക്യാൻ ട്രസ്റ്റ്. സ്വയംവര സിൽക്സ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. KSFE ഗോൾഡ് ലോൺ, ഗ്രാമിന് കൂടുതൽ തുക, ഏറ്റവും വേഗത്തിൽ. സ്വർണം ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കുവാനുള്ള അവസരം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, കരിമുകൾ, പ്രഭാത് റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊച്ചി. You are watching 24. കൺമുന്നിൽ പെരുമാറ്റച്ചട്ട ലംഘനം നടക്കുമ്പോഴും നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആരെയെങ്കിലും ഭയമുണ്ടോ? കോടതിയുടെ ഇടപെടൽ കമ്മീഷന്റെ കണ്ണു തുറപ്പിച്ചു. എൻകൗണ്ടർ പരിശോധിക്കുന്നു. ശ്രീ സന്ദീപ് വാര്യർ, ഈ ചർച്ചയിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ, അതല്ലെങ്കിൽ ഈ പറയുന്ന കുറ്റകരമായ മൗനം, അത് ഭരണകക്ഷിക്ക് അനുകൂലമായ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു നിരീക്ഷണം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ നടത്തി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ചട്ടലംഘനങ്ങളുടെ ഒരു തുടർച്ച ഉണ്ടാകുമ്പോഴും സ്ട്രോങ് ആക്ഷൻ എടുക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിക്കുന്നു എന്നാണ്. ഒരുപക്ഷെ ഇന്ന് 400ഓളം പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടിയിട്ടുണ്ട്. ഒരു പൊതു താൽപര്യ ഹർജി പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി തന്നെ ഈ കാര്യത്തിൽ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയുണ്ടായി. ഇത് ഭരണകക്ഷിയെ സഹായിക്കാനാണെന്ന ആക്ഷേപത്തെ താങ്കൾ എങ്ങനെ നേരിടും? അതിനു മുമ്പ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ ചില വസ്തുതകൾ പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞത് ഒന്ന്, ഗൾഫ് യുദ്ധം അത് സാമ്രാജ്യത്വ വിരുദ്ധ യുദ്ധമായിട്ടാണ് അവർ അവതരിപ്പിച്ചതെന്നാണ്. പക്ഷെ അവർ ആരെയാണ്, ഏത് വിഭാഗത്തെയാണ് അവർ അഡ്രസ് ചെയ്ത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ആരുടെ വികാരങ്ങൾ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയാണ് EMS ആ കാലത്ത് ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാക്കി, CPM അനുകൂലമായ മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാക്കുക എന്ന വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി ഗൾഫ് യുദ്ധത്തെ, ഇറാഖിന്റെ കുവൈറ്റ് അധിനിവേശത്തെയും അതേ തുടർന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെയും ഇവിടെ ഉപയോഗിച്ച് ഇവിടെ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കിയത് ഇവർ തന്നെയാണ്. ആലോചിച്ച് നോക്കൂ, അവർ ആർക്ക് വേണ്ടിയാണ് നിലകൊണ്ടത്? ഇറാഖില് കുർദിഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രാസായുധം ഉപയോഗിച്ച് കൊന്നിട്ടുള്ള നിരവധി കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടക്കൊല ചെയ്തിട്ടുള്ള സദ്ദാം ഹുസൈന് വേണ്ടിയാണ് ഇവിടെ CPM നിലപാടെടുത്തത്. അപ്പോൾ വാസ്തവത്തിൽ ഇവരുടെ നിലപാടെന്ന് പറയുന്നത് തൊഴിലാളി വർഗ സ്നേഹമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ വാസ്തവത്തിൽ സദ്ദാം ഹുസൈൻ എതിരായിട്ടുള്ള നിലപാടായിരുന്നു ഇവർ എടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ മുസ്ലിം വോട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി CPM അക്കാലത്ത് സ്വീകരിച്ചിട്ടുള്ള സദ്ദാം അനുകൂല നിലപാടാണ്. ഒന്ന്. രണ്ട്, അദ്ദേഹം പറഞ്ഞത് ബാബറി മസ്ജിദ് എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന്റെ വിശ്വാസവും ആചാരവുമായൊക്കെ ബന്ധപ്പെട്ട കാര്യമാണ്, അതുകൊണ്ട് അത് പറയുന്നതിൽ തെറ്റില്ല എന്നാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ശബരിമലയെ കുറിച്ച് പറയുന്നതിൽ എന്താ തെറ്റ്? നിങ്ങൾക്ക് ബാബറി മസ്ജിദിനെ കുറിച്ച് പറയാമെങ്കിൽ ഞങ്ങൾക്ക് ശബരിമലയെ കുറിച്ചും പറയാം, അതിലൊരു തെറ്റുമില്ല.
ഇവിടെ ശബരിമലയിൽ ഇവിടുത്തെ വിശ്വാസികൾ നേരിട്ടിട്ടുള്ള പീഡനം നിങ്ങളുടെ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അർദ്ധരാത്രി ആ വിശ്വാസങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് അവിശ്വാസികളായിട്ടുള്ള ആളുകളെ ആചാരലംഘനം നടത്താൻ വേണ്ടി കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുപോയ ചിത്രം ഇവിടുത്തെ ജനങ്ങളുടെ വിശ്വാസികളുടെ മനസ്സിൽ നിന്ന് മായും എന്ന് KT കുഞ്ഞിക്കണ്ണൻ കരുതരുത്, CPM കരുതരുത്. ഞങ്ങളത് തീർച്ചയായും ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ജനങ്ങളുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന നിലയ്ക്ക് ഞങ്ങൾ ആ വിഷയം തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുക തന്നെ ചെയ്യും. അത് ഏതെങ്കിലും മതം പറഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും അതല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള വോട്ട് തേടലല്ല, മറിച്ച് അവിടെ ഇരകളാക്കപ്പെട്ട ഒരു സമൂഹമുണ്ട്. ആ സമൂഹം അനുഭവിച്ചിട്ടുള്ള വേദനയുണ്ട്. ആ വേദന ഈ ജനാധിപത്യത്തിന്റെ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. അതൊന്നും തടയാൻ ഒരാൾക്കും കഴിയുകയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അങ്ങ് സൂചിപ്പിച്ച കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് അനുകൂലമാണോ? BJPക്ക് അനുകൂലമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്കിൽ ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങ് സൂചിപ്പിച്ചത് തന്നെ, നരേന്ദ്രമോദിയുടെ പേരുള്ള സിനിമ റിലീസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എത്രയോ നാടകങ്ങൾ നടക്കുന്നു, മറ്റ് കലാരൂപങ്ങൾ നടക്കുന്നു. അതിനൊന്നുമില്ലാത്ത ഒരു പ്രശ്നം എന്താണ് സിനിമയ്ക്കുള്ളത്? ഒരു കലാരൂപം എന്ന നിലയ്ക്ക് അവർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലേ? അത് ഒരു പ്രൊഡ്യൂസർ, ഏതോ ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമയുണ്ടാക്കി, ഒരു ബയോപിക് ഉണ്ടാക്കി, അതിനെ എന്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ സെൻസർ ചെയ്യാൻ പോകുന്നത്? അത് വളരെ വലിയ തെറ്റായിട്ടുള്ള സന്ദേശമാണ് കൊടുക്കുന്നത്. ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് സെൻസർ ബോർഡ് ഒരു സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് തടയാൻ ഒരാൾക്കും കഴിയില്ല. അതാണ് പത്മാവതിയുടെ കാലത്തുണ്ടായ വിവാദങ്ങളും ഉടുത്ത പഞ്ചാബിന്റെ കാലത്തുണ്ടായ വിവാദങ്ങളും ഒക്കെ കൃത്യമായ സുപ്രീം കോടതി വിധിയുണ്ടായ കാര്യത്തിൽ. സെൻസർ ബോർഡ് ഒരു കാര്യം സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് മേലെയുള്ള ഒരു സെൻസർ ബോർഡായി ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കാൻ പാടില്ല. അപ്പൊ തെറ്റായിട്ടുള്ള ചില കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് വരുന്നുണ്ട്. അനാവശ്യമായി ഇലക്ഷൻ കമ്മീഷന്റെ മുകളിൽ സമ്മർദ്ദമുണ്ടാക്കി BJPക്കെതിരായി നടപടി സ്വീകരിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ മനഃപൂർവ്വം ചില സമയം വളരെ കുറച്ചേ ഉള്ളൂ. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, എന്റെ ചോദ്യം താങ്കളോട്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവേചനപരമായി ഇടപെടുന്നു എങ്കിൽ ഇപ്പോൾ ഈ സന്ദീപ് വാര്യർ ഉന്നയിച്ച ചോദ്യം യുക്തിസഹമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന സിനിമയ്ക്ക് അനുമതി നൽകിയിട്ടില്ല. അതേപോലെ തന്നെ നമോ ചാനലിന് അനുമതി കിട്ടിയിട്ടില്ല. പിന്നെ മറ്റൊന്ന്, ഈ ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കി ഉന്നയിക്കുന്നു എന്നതൊരു ആക്ഷേപമാണെങ്കിൽ ശബരിമല വിഷയത്തിൽ ഊന്നി ഇപ്പോൾ മറുപടി പറയാൻ CPIM ശ്രദ്ധിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ ഈ സമീപ ദിവസങ്ങളിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. അതൊരു വിഷയം, ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് അതിന് മറുപടി നൽകാൻ CPIM ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അതും അങ്ങനെയാണെങ്കിൽ ഒരു കുറ്റമായി കാണേണ്ടി വരുമോ? ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ച് പോകാം. ഒന്ന്, സന്ദീപ് ഇവിടെ ഈ കുർദിഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ സദ്ദാം ഹുസൈൻ നടത്തിയ ആക്രമണത്തെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായിരുന്നു. സന്ദീപ് ഓർമ്മിക്കണം, മിസ്റ്റർ സദ്ദാം ഹുസൈൻ അന്ന് അമേരിക്കൻ പക്ഷപാതിയായിരുന്നു. സദ്ദാം ഹുസൈൻ കുർദിഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് നടത്തിയ ആക്രമണത്തെ നിങ്ങൾ പിന്തുണച്ചു, RSS പിന്തുണച്ചു. അതേപോലെ തന്നെ 70s ലോകത്തെ പിടിച്ചുകുലുക്കിയ വിയറ്റ്നാം യുദ്ധകാലത്ത് നിങ്ങൾ പരസ്യമായിട്ട് ഗോൾവാൾക്കർ, വാജ്പേയി, അന്നത്തെ ജനസംഘത്തിൻ്റെ MP ആയിരുന്ന വാജ്പേയി അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ലിൻഡൻ ജോൺസന് കൊടുത്തയച്ച കത്ത് ഇപ്പോൾ ചരിത്രരേഖയായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ആ കത്തിൽ എന്താ പറഞ്ഞത്? ലോകത്തിൻ്റെ ധർമ്മസാരഥ്യമാണ് അമേരിക്ക എന്നാണ്. അപ്പോൾ നിങ്ങൾ വലിയ സഹാനുഭാവം കുർദിഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിലൊക്കെ നടത്തുമ്പോൾ കുർദിഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രാസായുധം ഉപയോഗിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി സദ്ദാം ഹുസൈൻ നടത്തിയ ശ്രമവും അതേപോലെ തന്നെ അമേരിക്ക വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ വേണ്ടി നടത്തിയ ഏജന്റ് ഓറഞ്ച് പോലുള്ള രാസായുധ പ്രയോഗങ്ങളെയും പിന്തുണച്ച, അങ്ങനെ ലിൻഡൻ ജോൺസൺ, അമേരിക്കയുടെ ഈ യുദ്ധോത്സുകനായ നേതാവ്, ലോകത്തിൻ്റെ ധർമ്മസാരഥിയാണ്, ഞങ്ങളുടെ കൃഷ്ണനെ പോലെയാണെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തയച്ച ആളാണ് നിങ്ങളുടെ ആചാര്യനായ മിസ്റ്റർ ഗോൾവാൾക്കർ. ആ കത്ത് കൊണ്ടുപോയത് BJPയുടെ അന്നത്തെ ജനസംഘത്തിൻ്റെ MP മിസ്റ്റർ വാജ്പേയിയാണ്. ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത്തരം കാര്യങ്ങൾക്ക് സമയമില്ല നമുക്കറിയാം. ഇവിടെ വരുന്ന പ്രശ്നം, ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ പല നിലപാടുകളിലും എന്താണ്, ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താണ്, പലപ്പോഴും മൗനം പാലിക്കുകയാണ്. വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സമൂഹത്തിലും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായിട്ട് വരുമ്പോൾ മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ പല പ്രശ്നങ്ങളും ശ്രദ്ധിക്കുന്നത്. അപ്പം നമുക്ക് ഈ നമോ TV-യുടെ കാര്യത്തിലായാലും അതേപോലെ തന്നെ PM സിനിമയുടെ കാര്യത്തിലായാലും എല്ലാം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ അക്കാര്യത്തിൽ ഒരു നിലപാട് പറയാൻ തയ്യാറായത്. ഇലക്ഷൻ കമ്മീഷൻ്റെ പൊതു സമീപനം ഇപ്പോൾ സുപ്രീം കോടതി അതിൻ്റെ രഞ്ജൻ ഗൊഗോയ് തന്നെ, ചീഫ് ജസ്റ്റിസ് തന്നെ നടത്തിയിരിക്കുന്ന പരാമർശത്തോടു കൂടി തന്നെ എന്താണ്, ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നു, കുറ്റകരമായ ഒരു നീക്കമാണ്, പെരുമാറ്റച്ചട്ടം. അജയ് തറയിൽ താങ്കൾക്ക് ഇതിനോട് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? സമയം വളരെ കുറവാണ്, അതുകൊണ്ടാണ്. അല്ല, PM നരേന്ദ്രമോദി എന്ന് പറയുന്ന സിനിമ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി രാജ്യത്തിൻ്റെ എല്ലാ സുരക്ഷിതത്വത്തെയും മതേതരത്വത്തെയും തകർത്തുകൊണ്ട് നരേന്ദ്രമോദിയെ ഹൈലൈറ്റ് ചെയ്യുന്നൊരു സിനിമയാണ്.
ആ സിനിമ നിരോധിക്കാനുള്ള അവകാശം ഇലക്ഷൻ കമ്മീഷനുണ്ട്. ഏത് സെൻസർ ബോർഡ് അനുവദിച്ചാലും തിരഞ്ഞെടുപ്പ് കാലത്ത് പൂർണ്ണ അധികാരി ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയാം, ഇവിടെ ഈ രാജ്യത്ത് ഹൈന്ദവ വിഷം ഇളക്കി വിട്ട് ഈ രാജ്യത്തെ ഹൈന്ദവ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ വികാരം തേടിപ്പിടിച്ച് വോട്ട് വാങ്ങാൻ ശ്രമിക്കുന്ന BJPയുടെ കുൽസിത തന്ത്രം വിലപ്പോകില്ല എന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സർവാധികാരി. ആ അധികാരം ശരിയായ രീതിയിൽ ഉപയോഗിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് കോടതി ചെയ്തത്. അങ്ങനെയാണെങ്കിൽ തൊട്ടു മുന്നിൽ നടക്കുന്ന ചട്ടലംഘനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാതൃകാപരമായ നടപടി സ്വീകരിക്കുമോ എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണാനുള്ളത്. വളരെയധികം ഈ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് എൻകൗണ്ടർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.